ജോർജിനും ഷോൺ ജോർജിനും ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ വിമർശനം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി.ജെ.പിയുടെ ആദ്യ കോർ കമ്മിറ്റി യോഗത്തിൽ ക്രൈസ്തവ സഭകൾക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയ പി.സി. ജോർജിനും മകൻ ഷോൺ ജോർജിനും വിമർശനം. ക്രൈസ്തവ സഭകളെ ഒന്നടങ്കം പരസ്യമായി വിമർശിച്ച പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും നടപടി തെറ്റായി പോയെന്നാണ് കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇതിനു പുറമെ ആലപ്പുഴയിലെ ഓഡിയോ ക്ലിപ്പ് വിവാദത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യവും യോഗത്തിൽ ശക്തമായി. ദീപികയുടെ 140-ാം വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാതെ ബി.ജെ.പി. സെൻട്രൽ സോൺ പ്രസിഡന്റ് എൻ. ഹരിയുടെ പേര് വായിച്ചെങ്കിലും അദ്ദേഹം പങ്കെടുത്തില്ല. ദീപികയും ബി.ജെ.പിയും തമ്മിലുള്ള പോര് കനത്തിരിക്കെയാണ് ബി.ജെ.പി. പ്രതിനിധിയുടെ ഈ വിട്ടുനിൽക്കൽ. എന്നാൽ സ്ഥലത്തില്ലാത്തതിനാലാണ് പരിപാടിക്ക് എത്താതിരുന്നതെന്ന് എൻ. ഹരി പറഞ്ഞു. പതിനാറുകാരിയെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കിയ സംഭവം. യുവാവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഈസ്റ്റ് മൂഴിക്കലിൽ 16-കാരിയെ കൊന്ന് ബന്ധുവായ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ അദ്നാന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. അദ്നാൻ മരിച്ചത് ശ്വാസം മുട്ടിയെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതോടെ അദ്നാന്റേത് ആത്മഹത്യ തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു നസ്രിനെ അദ്നാൻ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. നിതിൻ രാജിന്റെ ആത്മഹത്യ ഡോക്ടർ റാമിനെ രക്ഷിക്കാൻ ശ്രമമെന്ന ആരോപണവുമായി കുടുംബം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുതിയ ആരോപണവുമായി കുടുംബം. ആരോപണ വിധേയനായ ഡോക്ടർ റാമിനെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് നിതിന്റെ സഹോദരി ഭർത്താവ് അശോക്. തെളിവുകൾ നശിപ്പിക്കാനും നീക്കം നടക്കുന്നു. പ്രിൻസിപ്പലിന്റെ മുറിയിലെ CCTV പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഡോക്ടർ റാമിനെ പുറത്താക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്താണ് കുടുംബത്തിന്റെ പ്രതികരണം. ഡോക്ടർ റാം ശിക്ഷയ്ക്ക് അർഹനാണെന്നും ആനുകൂല്യങ്ങൾ നൽകരുതെന്നും കുടുംബം ആവശ്യപ്പെട്ടു. വൈദ്യുതി ഉപഭോഗം 6000 മെഗാവാട്ട് പിന്നിട്ടാൽ പ്രതിസന്ധിയെന്ന് KSEB. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ റെക്കോർഡ്. ഇന്നലെ ഉപയോഗിച്ചത് 112.16 ദശലക്ഷം യൂണിറ്റാണ്. ഏപ്രിലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കനത്ത വേനൽ ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ഉപഭോഗം ഇത്രയും വർദ്ധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ടായി. പീക്ക് സമയത്ത് വൈദ്യുതി ഉപഭോഗം 5933 മെഗാവാട്ടിലെത്തുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. മഞ്ഞള്ളൂർ സഹകരണ ബാങ്കിൽ 22 കോടിയുടെ തട്ടിപ്പ് തിരിച്ചുപിടിക്കാൻ ഉത്തരവ്. കോൺഗ്രസ് ഭരണസമിതിയുള്ള മഞ്ഞള്ളൂർ റൂറൽ സഹകരണ ബാങ്കിൽ നടന്ന വൻ സാമ്പത്തിക ക്രമക്കേടിൽ 22.13 കോടി രൂപ തിരിച്ചുപിടിക്കാൻ ഉത്തരവ്. എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടേതാണ് നിർണായക നടപടി. മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള 20 പേരിൽ നിന്ന് തുക ഈടാക്കാനാണ് നിർദ്ദേശം. മതിയായ ഈടില്ലാത്ത സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലും കോടികൾ ബിനാമി വായ്പകൾ എടുത്തു. നിക്ഷേപകർ അറിയാതെ സ്ഥിര നിക്ഷേപ രസീതുകളുടെ വ്യാജ പതിപ്പുകൾ നിർമ്മിച്ച വായ്പ തരപ്പെടുത്തി. ബാങ്ക് സോഫ്റ്റ്വെയറിലും ഓഡിറ്റ് രേഖകളിലും വൻതോതിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ട്. ബാങ്കിന്റെ ആകെ അറ്റനഷ്ടം 28.48 കോടി രൂപയാണെന്ന് കണ്ടെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നിർണായക നീക്കങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് 2 ആഴ്ച ബാക്കി നിൽക്കെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ VD സതീശനും രമേശ് ചെന്നിത്തലയും നിയുക്ത MLA-മാരുടെ പിന്തുണ തേടി നീക്കങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഇരുവരും സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ചകളും ഫോൺ സംഭാഷണങ്ങളും നടത്തിവരികയാണ്. മോദിയുടെ യോഗത്തിൽ വെച്ച് CAA കയ്യേറ്റം ചെയ്ത സംഭവം. SIക്ക് സസ്പെൻഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഡ്യൂട്ടിക്കിടെ CAA കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നടപടി. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷൻ പ്രൊബേഷൻ SI കൃഷ്ണമോഹനെ സസ്പെൻഡ് ചെയ്തു. തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പ്രധാനമന്ത്രി വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് പത്തനംതിട്ട കൊടുമൺ CAA SI കൃഷ്ണമോഹന് സംഘവും ചേർന്ന് കയ്യേറ്റം ചെയ്തത്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും കൊടുമൺ CAയുടെ നെയിം പ്ലേറ്റ് വലിച്ചു കീറുകയും ചെയ്തതായാണ് പരാതി. ആക്രമണം നടക്കുമ്പോൾ SIയും സംഘവും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ആരോപണം. ബൈ ബൈ പിണറായി ഫ്ലെക്സിനെ ചൊല്ലി എറണാകുളം അടുവാശ്ശേരിയിൽ LDF-UDF തമ്മിൽ കയ്യാങ്കളി. കളമശ്ശേരി മണ്ഡലത്തിലെ ബൈ ബൈ പിണറായി ഫ്ലെക്സിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ 7 CPM പ്രവർത്തകർക്കെതിരെ ചെങ്ങമനാട് പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി മെവിൻ ജോയുടെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ ദിവസം കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ബൈ ബൈ പിണറായി ഫ്ലെക്സ് വെച്ചത്. ഈ ഫ്ലെക്സ് രാത്രി ചിലർ കത്തിച്ചു കളയുകയായിരുന്നു. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. പോലീസിൽ പരാതി കൊടുത്തതിലെ പ്രകോപനത്തിൽ ഇന്നലെ രാത്രി അടുവാശ്ശേരിയിലെ ഇന്ദിരാഭവനിൽ ചിലർ അതിക്രമിച്ചു കയറുകയായിരുന്നു.
സംസ്ഥാനത്തെ BLOമാർക്ക് വേതനം ലഭിച്ചില്ലെന്ന് പരാതി. SIR ഉൾപ്പെടെയുള്ള ജോലികളുടെ വേതനം ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. കുടിശ്ശിക നിരവധിയായെന്നാണ് പരാതി. എന്തുകൊണ്ടാണ് വേതനം വൈകുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നും BLOമാർ പറഞ്ഞു. കഠിനമായ സമ്മർദ്ദത്തിലും കൃത്യമായി ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെങ്കിലും തങ്ങളുടെ വേതനം മറ്റ് സംസ്ഥാനങ്ങളിലെ BLOമാരെ അപേക്ഷിച്ച് കുറവാണെന്നും ഇത് തന്നെ തന്നു തീർക്കുന്നില്ല എന്നുമാണ് BLOമാരുടെ പരാതി.